നടക്ക്. കഷ്ടം, എത്ര നേരമായി ഇതേ നിൽപ്പ്. എന്നാ എന്റെ സംശയം. നിനക്കത് എങ്ങനെ പറയാൻ തോന്നി കുമ്പിനാഥ? ഈ നാടിന്റെ യഥാർത്ഥ മഹാരാജാവാണ് ഈ നിൽക്കുന്നത്. പറഞ്ഞിട്ടെന്ത് കാര്യം? കാലക്കേടിനൊരു മകന് ജന്മം നൽകിപ്പോയില്ലേ? അത് ശരിയാ. സ്ഥാനഭ്രഷ്ടനാക്കി അധികാരം പിടിച്ചെടുത്തതും പോരാഞ്ഞിട്ട് കാരാഗൃഹത്തിൽ അടയ്ക്കുകയും, അതും സ്വന്തം പിതാവിനെ. ഞാനൊന്നും കേട്ടില്ല. എനിക്ക് കുറച്ചു കാലം കൂടെ ജീവിക്കണമെന്നുണ്ട്. അറിയാമല്ലോ, കാരാഗ്രഹത്തിന്റെ ചുമരുകൾക്കും ചെവിയുണ്ട്. ഭീരുക്കൾ. ആഹാ, അപ്പോ ഞാൻ വിചാരിച്ച പോലൊന്നും സംഭവിച്ചിട്ടില്ല. എന്തു വിചാരിച്ചു? നമ്മുടെ പ്രജ്ഞയേറ്റെന്നോ? പ്രഭു, അങ്ങ് പൊറുക്കണം. മധുരാദേശത്തിന്റെ മാനം നശിപ്പിക്കാൻ തുനിയുന്ന ധിക്കാരിക്ക് സ്തുതി പാടുന്ന നിങ്ങളോടോ? അങ്ങയുടെ കാലത്ത് ഭടന്മാരായവരാണ് ഞങ്ങൾ. പക്ഷെ ഇന്ന് കംസ മഹാരാജാവിന്റെ സേനാംഗങ്ങൾ. അനുസരിക്കുക, കൽപ്പന നടപ്പിലാക്കുക, അത് മാത്രമല്ലേ പ്രഭു ഞങ്ങൾക്കാകൂ. ആജ്ഞാപിച്ചവ ധർമ്മത്തിന് നിരക്കുന്നതാണോ എന്നുകൂടി നോക്കാവുന്നതാണ് ഭടന്മാർക്കും. രാജാവല്ല അവസാന വാക്ക്, ഭഗവാനാണ്. പുത്രമരണത്തിനായി പ്രാർത്ഥിക്കുന്നൊരു പിതാവാകാൻ ഭഗവാനെ ഈ ഉള്ളവന് ഇടവരുത്തരുതേ. തടവറകൾ മതിയായില്ലെങ്കിൽ ഒഴിഞ്ഞ കലവറയ്ക്കുള്ളിൽ അടയ്ക്കണം. ശ്വാസം മുട്ടി മരിച്ചു പോട്ടെ വിദ്വേഷികൾ. എവിടെയും സുശക്തമാക്കണം കാവൽ. എതിർമൊഴികൾ ഏതും കർശനം തടയണം. ഉഗ്രസേനരാജനെ തടവറയിലാക്കിയതിന്റെ അമർഷം ജനങ്ങളിൽ നിന്ന് ഉയരുവാൻ അനുവദിക്കരുത്. ഏഴാമന്റെ വരവിനി ഏറെ നാളില്ല. പിന്നെ അവൻ വരും, അഷ്ടമസുതൻ. അതും കഴിഞ്ഞ് സ്വസ്ഥമാകും വരെ നിതാന്ത ജാഗ്രത. പ്രദ്യോത പ്രഭു, നാവടക്കി നിൽക്കുന്നവർക്ക് മാത്രം മതി അതുവരെ സ്വവസതികളിൽ വാസം. കൽപ്പന പോലെ പ്രഭു. ഭയന്നു തുടങ്ങിയിട്ടുണ്ട് പൗരൻ ഇപ്പോൾ തന്നെ. നമ്മുടെ അസുര സൈന്യം നേരിട്ടിറങ്ങിയിട്ടുണ്ട് നാട്ടിൽ. ജീവനിൽ കൊതിയുള്ള പലരും പലായനം തുടങ്ങിക്കഴിഞ്ഞു. വിദർഭയിലേക്കും കോശലത്തേക്കുമുള്ള രഹസ്യ പലായനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. കുരുരാജ്യത്തിലേക്കും പാഞ്ചാലത്തിലേക്കുമുള്ള ചുരങ്ങളിൽ കാവൽക്കാരൻ നിർത്തിക്കഴിഞ്ഞു. കേകയത്തിലേക്ക് കടക്കാൻ ശ്രമിച്ച പരശതം പൗരന്മാരെ ബന്ധിതരാക്കി കഴിഞ്ഞു. ഭേഷ് പ്രദ്യോത, താങ്കളെപ്പോലൊരു മന്ത്രി, കംസസഭയ്ക്ക് അലങ്കാരം. കംസ മഹാരാജാവ് നീണാൾ വാഴട്ടെ. ദേവകി വസുദേവന്മാരെ തടവറയിലാക്കി കഴിഞ്ഞില്ലേ? ഉവ്വു മഹാപ്രഭു. കരങ്ങളും കാലുകളും ചങ്ങലകളിൽ ബന്ധിച്ചു. രാജകീയ വസ്ത്രം അഴിച്ചു വാങ്ങി. കാരാഗ്രഹവാസികളുടെ വസ്ത്രം ധരിപ്പിച്ചു. കാവൽ ശക്തമാക്കി. എതിർത്തോ വസുദേവർ? ഇല്ല, അനുസരിച്ചു. നാരായണ നാരായണ.